എല്ലാവർക്കും സുഖല്ലേ? സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഉണ്ടാക്കാനായിട്ട് 2-3 സാധനം ചതച്ചെടുക്കണം. നമുക്ക് 4 വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 ചുവന്ന മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കപ്പലണ്ടി, 1/4 ടീസ്പൂൺ മുഴുവൻ മല്ലി. ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത മിക്സ് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയുള്ള ബാറ്ററാക്കി റെഡിയാക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലമാവ് മിക്സ് ചെയ്തു. ഇത്ര കട്ടിക്ക് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതും മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, ചതച്ച് വെച്ചേക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കും. 1 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചേക്കണതാണ്. കട്ടകൾ ഇല്ലാണ്ട് ഇത് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചില്ല, ആ മിക്സ് ആണ് ഇട്ടാ. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, 1 ഡ്രോപ്പ് നാരങ്ങ നീര്. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഈ വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. റെഡിയാക്കി വെച്ചേക്കണ കടലമാവിലേക്ക് 1/4 ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ചൂടായിട്ടിരിക്കുന്ന എണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ എണ്ണ ചേർക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ ഉരുളക്കിഴങ്ങ് ബോൾസും ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. എണ്ണ ലൈറ്റായിട്ട് ചൂടായിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓരോന്നാവുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യണ്ട കേട്ടോ. എല്ലാം നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ഇട്ടേക്കണേ. 1 ട്രിപ്പ് ഇട്ടത് റെഡിയായി. നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. പിള്ളേർക്കായാലും വീട്ടിലുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതിലെ മസാലയ്ക്ക് ഒരു വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.